بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്ത് ഫാത്തിറിലെ 39-40 ആയത്തുകളാണ്. പേജ് നമ്പർ 439. ഈ രണ്ട് വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ടതായ തജ്വീദ് വശങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഹുവല്ലദീ, ഹുവ എന്ന് പറയുമ്പോൾ മുസ്തഫിലായ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അത് ഹുവ എന്ന് തടിപ്പിച്ച് തഫ്ഖീമോട് കൂടി പറയരുത്, മറിച്ച് ഹുവല്ലദീ, അല്ലാദി അല്ല അല്ലദീ, ജഅലകും. അപ്പോൾ ഈ ഫത്ഹ നൽകപ്പെടുന്ന എല്ലാ അക്ഷരങ്ങളെയും ഒന്നുകിൽ തഫ്ഖീം അല്ലെങ്കിൽ തർക്കീഖ്, അത് കൃത്യമായി ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജഅലകും, ഇതിൽ വന്ന സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ഖാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, തടിപ്പിച്ച് ഖ എന്ന് പറയുക. ഖലൈഫ, ഈ പദത്തിൽ വരുന്ന ദീർഘം മദ്ദുൽ മുത്തസിൽ എന്ന വാജിബായ ദീർഘമാണ്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഖലൈഫ ഫിൽ അർദ് എന്നോ ശബ്ദം ചലിപ്പിക്കാതെ ദ്വാദിൽ വഖഫ് ചെയ്യുക. ദ്വാദിൻ്റെ മഖ്റജ് നമുക്കറിയാവുന്നതാണ്, പലതവണ നമ്മൾ മനസ്സിലാക്കിയതാണ്. നാവിൻ്റെ ഒരു സൈഡ് ഇടതുഭാഗമാണ് ഏറ്റവും നല്ലത്. മേലെ അണപ്പല്ലിനോട് പൂർണ്ണമായും ചേർത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഫിൽ അർദ്, റാഇന് തഫ്ഖീമുണ്ട്, അതും മറക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഫിൽ അർദ്. ഫമൻ കഫറ, ഫിൽ അർദ് പറയുമ്പോൾ റാഉം ദ്വാദും ഈ രണ്ടക്ഷരങ്ങളും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഫമൻ കഫറ, ഇതിൽ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി പൂർണ്ണമായി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കഫറ എന്നതിലെ റാഇന് മാത്രം തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചോതുക. ഫഅലൈഹി കുഫ്റുഹു, ഫഅലൈഹി പറയരുത്, ഫഅലൈഹി കുഫ്റുഹു, റാഇന് മാത്രം തഫ്ഖീം വരുന്നു. ചേർത്ത് ഓതുകയാണെങ്കിൽ അതിൽ മദ്ദുസ്സില സൂറ വരും. അല്ലാതെ വഖഫ് ചെയ്യുമ്പോൾ ഹാഉ ദമീറിന് സുക്കൂൻ, കുഫ്റുഹു എന്ന് പറഞ്ഞ് നിർത്തേണ്ടതാണ്. വലാ യസീദുൽ കാഫിരീന കുഫ്റുഹും ഇൻദ, അല്ലേ? വലാ യസീദുൽ കാഫിരീന, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ തർക്കീഖ് ചെയ്യണം. റാഇന് കസ്റായതുകൊണ്ട് അവിടെയും തർക്കീഖ്. എന്നാൽ കുഫ്റുഹും എന്ന് പറയുമ്പോൾ റാഇന് മാത്രം തഫ്ഖീം. കുഫ്റുഹും ഇൻദ, സാക്കിന മീം ഇൽഹാർ ഷഫവി, മണിക്കാതെ വെളിവാക്കണം. ഇൻദ, സാക്കിന നൂനിനെ ഇഖ്ഫ ചെയ്ത് മറച്ചു മണിച്ചോതേണ്ടതാണ്, ഇഖ്ഫ ഹഖീഖി. റബ്ബിഹിം, റാഇ പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കണം. റബ്ബിഹിം ഇല്ല, അവിടെയും സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി, മണിക്കാതെ വെളിവാക്കുക. ഇല്ല മഖോ എന്ന് പറയുമ്പോൾ ഖാഫിന് ഖൽഖല സൂറ, അതോടൊപ്പം തഫ്ഖീമുമാണ്. മഖോത, എന്നതിലെ അലിഫിന്
അധികം ദീർഘം നൽകാതെ മദ്ദുൽ ഇവദ് കൊടുത്ത്, അതായത് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘമാണ് അവിടെ വരിക എന്നർത്ഥം. ചേർത്ത് ഓതുമ്പോൾ തൻവീനിനെ ഇദ്ഗാം ബി ഗുന്ന നാഖിസ് നൽകി വാവിൽ ലയിപ്പിച്ച് ഓതുകയും വേണം. മഖ്തൻ വല എന്നാണ് ഓതുക. വഖഫ് മഖ്ത എന്ന് മാത്രം, അതിലധികം ദീർഘിപ്പിക്കരുത്. വല യസീദുൽ കാഫിരീന, വീണ്ടും ഈ പദങ്ങൾ ആവർത്തിക്കുന്നു. ولا يزيد الكافرين كفرهم റായിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. കുഫ്റുഹും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. കുഫ്റുഹും ഇല്ല ഖസറ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം. അന്ത്യത്തിലെ റാവും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും അതിനും തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇല്ല ഖസറ. ഖുൽ അറഅയ്തും ശുറകാഅകും. ഖുൽ ഖാഫിന് തഫ്ഖീം നിസ്ബി. സാക്കിനായ ലാം ഇൽഹാർ ചെയ്യേണ്ട സന്ദർഭമാണ്. ലാമുൽ ഫിഅൽ എന്നറിയപ്പെടുന്ന ഈ സാക്കിനായ ലാം അവിടെ ഖുൽ അറഅയ്തും എന്നോ ഖുൽ അറഅയ്തും എന്നൊന്നും ഓതിപ്പോവരുത്. ഖുൽ അറഅയ്തും റായിന് മാത്രം തഫ്ഖീം വരുന്നു, ശ്രദ്ധിച്ചോതുക. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ് എന്നത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവാറുണ്ട്, സൂക്ഷിക്കുക. അറഅയ്തും സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശുറകാഅകും റായിന് തഫ്ഖീം. ഇതിൽ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ശുറകാഅകുമുല്ലദീന തദ്ഊന ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കേണ്ടതാണ്. മിൻ ദൂനില്ലാഹി സക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ച് ഓതുക. അറൂനി ഇതിൽ റായിന് മാത്രം തഫ്ഖീം നൽകി തടിപ്പിക്കണം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. അറൂനി അല്ല അറൂനി. മാദ പറയരുത്. മാദ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. മാദ ഖലഖൂ ഖാവും ഖാഫുമാണ് തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ, തടിപ്പിക്കുക. മറ്റക്ഷരങ്ങൾ അതിൻ്റെ അടുക്ക് വന്ന ലാമിന് തർക്കീഖാണ്, നേർപ്പിച്ചോതുകണം. മാദാ ഖലഖൂ മിനൽ അർദി റാഇ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മിനൽ അർദി അം ലഹും ഷിർക്ക് 2 സാക്കിന മീം, രണ്ടും ഇൽഹാർ ഷഫവി. ഷിർക്ക് എന്ന് പറയുമ്പോൾ റായിന് തർക്കീഖ് പ്രത്യേകം ശ്രദ്ധിക്കുക. റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതുകൊണ്ട് റായിന് തർക്കീഖാണ്. ഷിർകുൻ ഫിസ്സമാവാതി തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചോദനം, അവ്യക്തമാക്കി മണിക്കണം. ഷിർകുൻ ഫിസ്സമാവാതി എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്യുക, നേർപ്പിക്കുക. അം ആതൈനാഹും കിതാബ വീണ്ടും സാക്കിന മീം ഫഹും അല ബയ്യിന. ഈ എല്ലാ സാക്കിന മീമുകളെയും ഇൽഹാർ ഷഫവിയാണ്, 3 ഇവിടെ വരുന്നു. ഇവയെല്ലാം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്.
കിതാബൻ ഫഹും, ആ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. കിതാബൻ ഫഹും അല ബയ്യിനതിൻ മിൻഹ്. ബയ്യിനത്തിൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഷദ്ദുള്ള മീമ് മാത്രമാണ് ഉച്ചരിക്കപ്പെടുക. മണിച്ചുകൊണ്ട് ഓതുക. മിൻ എന്ന് പറയുമ്പോൾ സാക്കിനാനൂൻ ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കാതെ വെളിവാക്കുക. മിൻ. ബൽ ഇൻ യഇദു, ബൽ ഇൻ യഇദു, സാക്കിന ലാം ഇൽഹാർ ചെയ്ത് ഓതേണ്ടതാണ്. ലാമുൽ ഹർഫ് ബൽ എന്ന അവ്യയത്തിൽ വന്നിട്ടുള്ള സാക്കിന ലാമിന് ബല്ലിൻ എന്നായി പോകരുത്. ഇൻ യഇദു, സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിക്കണം. ബൽ ഇൻ യഇദു ളാലിമൂന, അളാലിമൂന വാഇന് അതുപോലെ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. ബഅദുഹും ബഅദൻ, ബഅദുഹും ബഅദൻ. ദ്വാദ്, ഐന് തുടങ്ങിയ അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ദ്വാദിന് തഫ്ഖീമും നൽകേണ്ടതാണ്. ശരിയായ അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന സാക്കിന മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഅദുഹും ബഅദൻ ഇല്ലാ ഗുറൂറാ, ബഅദൻ. ഇതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഗുറൂറാ, ഗൈന് റാ, വീണ്ടും റാ, റാഇൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവയെല്ലാം തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിച്ചുകൊണ്ട് ഗുറൂറാ എന്ന് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ് فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا قل أرأيتم شركاءكم الذين تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات أم آتيناهم كتابا فهم على بينة منه بل إن يعد الظالمون بعضهم بعضا إلا غرورا.